ആദ്യം നമുക്ക് എങ്ങനെ ഒരു HubSpot അക്കൗണ്ട് ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അത് ഒരു ഫേസ്ബുക്ക് ആഡ് അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു പേജുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ CRM ഹബ്സ്പോട്ടിനായിട്ട് ഹബ്സ്പോട്ട് എന്ന് പറഞ്ഞ് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. ആദ്യം കാണുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹബ്സ്പോട്ടിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയി. അവിടെ നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഫ്രീ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ താഴെയുണ്ട്, മുകളിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ മെയിൽ ഐഡി വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പം ഇതിന് വേണ്ടിയിട്ട് പുതിയൊരു മെയിൽ ഐഡി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഹബ്സ്പോട്ടിന് വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള മെയിൽ ഐഡി വെച്ചിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ മെയിൽ ഐഡിയിൽ ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് വരുന്നത് കുറച്ച് പ്രിവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഇതിനകത്തിൽ നിങ്ങൾക്ക് എന്താ നോ കൊടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ ജോബ് റോൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ ഒരു കമ്പനിയുടെ നെയിം ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ പേജ് എന്തിനു വേണ്ടിയിട്ടാണ് ലീഡ് റൺ ചെയ്യുന്നത്, ആ കമ്പനിയുടെ പേര് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് എത്ര എംപ്ലോയീസ്, പിന്നെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. അത്രയും കൊടുത്തു കഴിയുമ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. ക്രിയേറ്റ് ആയിട്ട് അടുത്ത ഇതിലോട്ട് വരുന്നത് എന്താ നിങ്ങളുടെ എന്താണ് ഫോക്കസ്, ജനറേറ്റ് ലീഡ്സ് എന്നുള്ളത് ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വരുന്നത് എന്താണ്, എന്ത് ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ മെറ്റ ആഡ്സ് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. മെറ്റ ആഡ്സ് വെച്ചിട്ടാണ് ഞാൻ ജനറേറ്റ് ചെയ്യുന്നത് ലീഡ്സ്. ഓക്കെ. ഇവിടെ കോൺടാക്ട്സ് കണ്ടില്ലേ, കോൺടാക്ട്സ് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ കോൺടാക്ട്സ് ഇവിടെ ഒരു ഡെമോ പോലാണ്. ഡെമോ പോലെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ചുമ്മാ ഒരു ഡെമോ പോലെ ഒരു കോൺടാക്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പേര് കൊടുത്തു, ലാസ്റ്റ് നെയിം, മെയിൽ ഐ ഡി. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ കണ്ടു കൊടുത്തു. ഇത് നിങ്ങൾക്ക് ടീമിനെ ആഡ് ചെയ്യണം. ഇത് ഹബ്സ്പോട്ടിലെ അതായത് ഒരു കോളറിനെ വേറെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ അവരുടെ മെയിൽ ഐ ഡി കൊടുത്താൽ മതി. കണ്ടില്ലേ, ഒരു ടീം പോലെ അവർ വർക്ക് ചെയ്തോളും. അപ്പോൾ ഇത് സ്കിപ്പ് കൊടുത്ത് ഞാൻ. അപ്പം ഹബ്സ്പോട്ട് അക്കൗണ്ട് റെഡി ആവുന്നുണ്ട്. ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ അക്കൗണ്ടിൻ്റെ ഡാഷ്ബോർഡ്. ഓക്കെ. ഇത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് നോക്കാം. ഈ ടൂർ പോലെ അവർ കാണിച്ചു തരും ഓരോന്ന് എന്താണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഞാൻ ക്ലോസ് ആക്കി വിട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ഹബ്സ്പോട്ടിൻ്റെ ഡാഷ്ബോർഡ്. അടുത്തായിട്ട് ഈ ഫേസ്ബുക്ക് ആഡ്സ് വഴി എങ്ങനെ കണക്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് മാർക്കറ്റിങ്ങിനകത്തിൽ ആഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആഡ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വരുന്നത് കണ്ടില്ലേ, ട്രാക്ക് ചെയ്യാൻ പറ്റും. അത് ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് എന്ത് വെച്ചാണ് ട്രാക്ക് ചെയ്യുന്നത്, ഫേസ്ബുക്ക് ഞാൻ കൊടുത്തു. ഗൂഗിൾ ആഡ്സും ലിങ്ക്ഡിൻ്റെ എല്ലാം വരുന്ന ലീഡ്സ് നമുക്ക് ഇവിടെ ഫെച്ച് ചെയ്യാൻ എടുക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് ഓൾറെഡി ലോഗിൻ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഇത് കണ്ടിന്യൂ കൊടുത്താൽ മതി. കണ്ടിന്യൂ കൊടുത്തിട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഏത് ആഡ് അക്കൗണ്ടാണ് സെലക്ട് ചെയ്യേണ്ടത്, ഏത് ആഡ് അക്കൗണ്ടിലാണ് ആഡ് റൺ ചെയ്യുന്നത്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് കണക്റ്റ് കൊടുക്കുന്നു. കണക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മളോട് പറയുന്നത് സിങ്ക് ചെയ്യാനാണ്. നമ്മൾ ലീഡ് സിങ്ക് ചെയ്യണം. അത് ഏത് പേജിനാണ് ലീഡ് സിങ്ക് ചെയ്തത് നോക്കേണ്ടത്. അപ്പോൾ ഏത് പേജാണ് നമ്മുടെ ആ പേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലുള്ള പേജെല്ലാം കാണിക്കും. പേജിലേക്ക് നമ്മൾ ആ പേജിൽ അഡ്മിൻ ആക്കുക. അഡ്മിൻ ആയി കഴിഞ്ഞാൽ നമ്മളിത് ഈ ഫുൾ ആക്സസ് വേണം കേട്ടോ, എന്നാലേ പറ്റുള്ളൂ. അപ്പം ഈ കൊടുക്കുന്ന ഓപ്ഷൻ ഉണ്ട്. നേരത്തെയുള്ള ലീഡ്സ് നമ്മൾ ഈ കളക്ട് ചെയ്യുന്നതിന് മുമ്പ് ലീഡ് ആയിട്ട് ഡാമേജ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ലീഡ്സ് ഇതിനകത്ത് ഫെച്ച് ആയി വരണോ, അതോ ഇനി മുതലുള്ളത് പുതിയതായിട്ടുള്ള ലീഡ്സ് മാത്രം മതി എന്നുള്ളത് ചോദിക്കുന്നതാണ് അവിടെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിക്സൽ ആഡ് ചെയ്യാമെന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. അതുപോലെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്കിപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഇത് കണക്റ്റഡ് ആവും. ഫേസ്ബുക്ക് ആഡ് വഴി കണക്റ്റഡ് ആവും. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും ഫേസ്ബുക്ക് റൺ ആയിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻസും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ പിന്നെ കോൺടാക്ട്സ് വീണ്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഫേസ്ബുക്കിൽ വന്നിരിക്കുന്ന കോൺടാക്ട്സ് എല്ലാം, ലീഡ് വന്നിരിക്കുന്നതെല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇതാണ് നിങ്ങളുടെ ഹബ്സ്പോട്ടിൻ്റെ ഡാഷ്ബോർഡ്. ഇവിടെയാണ് നമ്മൾ ലീഡ്സ് കാണാൻ പറ്റുന്നത്. ഇതിപ്പോൾ നമ്മൾ ആദ്യം മേടി നോക്കുക, ഇവിടെ എന്തെങ്കിലും ഫിൽറ്റർ ഓണായി കിടപ്പുണ്ടാവും. അതായിരിക്കും ഈ ലീഡ്സ് ഇവിടെ കാണാൻ പറ്റാത്തത്. ഈ അഡ്വാൻസ് ഫിൽറ്റർ ഇത് മാറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ലീഡ്സ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ. ഇതിനകത്ത് നമുക്ക് ഈ കോളംസ് എല്ലാം എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിനകത്ത് വേണ്ടാത്ത കോളംസ് നമുക്ക് മാറ്റാം, വേണ്ട കോളംസ് ആഡ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഇവിടെ എഡിറ്റ് കോളംസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതറിയില്ലേ, ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ലീഡ്സിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇവിടെ കാണാൻ പറ്റും. അതിന് ആൻസർ നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ വരും. ഇവിടെ കാണാൻ പറ്റും. ഞാനിപ്പോൾ 2 ആഡ് ചെയ്തതാണ്. ഇതിപ്പോൾ ഞാൻ ഫേസ്ബുക്ക് ആഡ്സ് ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ്, ആഡ് അക്കൗണ്ട് കണക്ട് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കാണാം. ഇപ്പോൾ ഫോൺ നമ്പർ ആണെങ്കിൽ ഫോൺ നമ്പർ നമുക്ക് ഇവിടെ വന്നേരും. അങ്ങനെയുള്ളതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അടുത്തതായിട്ട് ബേസിക് ആഡ് ചെയ്യണോ, അല്ലെങ്കിൽ അതിനകത്ത് വേറെ ആൾക്കാരെ ആഡ് ചെയ്യണം. ഇതിപ്പം യൂസേഴ്സിനെ ആഡ് ചെയ്യണം. 2-3 പേരെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ മേളിൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ യൂസേഴ്സ് ആൻഡ് ടീംസ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പാടില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് യൂസറായിട്ട്. വേറെ ആളെ ആഡ് ചെയ്യുന്നത് ക്രിയേറ്റ് യൂസർ എന്ന് കൊടുത്തിട്ട് ഇൻവൈറ്റ് കൊടുത്തിട്ട് അവർ മെയിൽ ഐ ഡി കൊടുത്താൽ മതി. ആ ഒരു മെയിൽ ഐ ഡി കൊടുത്താൽ മതി, അതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിനകത്തിൽ ഇത് ഫ്രീ വേർഷൻ ആയതുകൊണ്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ 2 പേരെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2 ടെലികോളേഴ്സിനെ ആഡ് ചെയ്താൽ അവരുടെ കാര്യങ്ങളൊക്കെ അവർക്ക് ആരെയാണോ അസൈൻ ചെയ്തിരിക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാമെന്ന്, അതൊക്കെ അവർക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നമ്മളിവിടെ കോൺടാക്ട്സ് ചെയ്യാവുന്ന കോൺടാക്ട്സ് എടുത്ത് കോൺടാക്ട്സിലാണ് നമ്മളുടെ വന്നിരിക്കുന്ന ലീഡ്സിൻ്റെ എല്ലാം കാണാൻ പറ്റുന്നത്. ഒരു കോൺടാക്ട്സ് എടുത്ത് ഇപ്പോൾ ഈ മരിയയെ ക്ലിക്ക് ചെയ്തു. പുതിയ വന്ന ലീഡാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് കണ്ടില്ലേ പല കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും.
ഇവിടെ നമുക്ക് നോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നോട്ട് ഇതിപ്പം ക്രിയേറ്റ് നോട്ട് കൊടുത്ത് ഞാൻ വിളിച്ചു ഗോൾഡ് നോട്ട് സീക്രട്സ്. ഓക്കെ, ഇതിപ്പം ഞാൻ നോട്ട് ആഡ് ചെയ്തു. ക്രിയേറ്റ് നോട്ട് എന്നുള്ളത് കൊടുത്തു. ഇത് കണ്ടില്ലേ, ചൂട് കൊടുക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, എന്ത് ചെയ്യണമെന്ന് കൊടുക്കാൻ പറ്റും. കണ്ടോ, ഫോളോ പിൻ 3 ടൈപ്സ്. അത് നമുക്ക് മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെല്ലാം അവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഫോട്ടോ ആഡ് കൊടുക്കാം. പല ഓപ്ഷൻസ് ഉണ്ട്. ഇതേപോലെ ഞാൻ ക്രിയേറ്റ് ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്തു. ആസ് ദാറ്റ് നമുക്ക് ലീഡ് സ്റ്റാറ്റസ് കൊടുക്കാൻ പറ്റും. ലീഡ് സ്റ്റാറ്റസ് എഡിറ്റ് കൊടുത്തിട്ട് എന്താണ് അറ്റംപ്റ്റഡ് ടു കണക്ട് ടു കണക്ട് ചെയ്യാൻ പറ്റും. അത് ഞാൻ സേവ് കൊടുത്തു. സേവ് ആയിട്ടുണ്ട്. ബാക്ക് അടിച്ച് നോക്കുമ്പോൾ ഡാഷ് ബോർഡിൽ നിന്നില്ലേ ലീഡ് സ്റ്റാറ്റസ് അറ്റംപ്റ്റഡ് ടു കണക്ട്. നോട്ട് അടിച്ച് വന്നിട്ടില്ല. എഡിറ്റ് കുറച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നോട്ട്സ് എന്നുള്ളത് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ വന്നുകൊണ്ട് നോട്ട്സ് ഉണ്ട്. ഓൾഡ് ബട്ട് നോട്ട് ഫീച്ചർ. പിന്നെ ഒരാളുടെ കോൺടാക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആക്ടിവിറ്റീസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അയാൾ സബ്മിറ്റ് ചെയ്ത ലീഡ് ഫോംസ്. കേട്ടില്ലേ, ഇത് നമ്മുടെ ഫേസ്ബുക്കിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. പിന്നെ എന്ത് ഫേസ്ബുക്ക് ലീഡിൻ്റെ ഫോമിൻ്റെ നെയിം ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ, ഫേസ്ബുക്ക് ഏത് ലീഡ് ഫോം ആണെന്ന് കാണാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ലീഡ് ഫോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആഡിൻ്റെ ഡീറ്റെയിൽസ്, നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന വീഡിയോയെ ഓക്കെ ആഡ് അക്കൗണ്ട് കാര്യങ്ങൾ, ഇതിനകത്ത് എന്തൊക്കെ ക്യാൻസൽസ് റൺ ആവുന്നുണ്ട്, അതെല്ലാ കാര്യങ്ങളും ഇവിടെ നിന്നുള്ള ഇതിൽ കാണാൻ പറ്റും. ഇനി നിങ്ങളുടെ കയ്യിൽ കുറേ ഡേറ്റ ഉണ്ട്. ഗൂഗിൾ ഷീറ്റിൽ കുറേ ഡേറ്റ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ഹബ്സ്പോട്ടിലോട്ട് ആഡ് ചെയ്യാം. ആഡ് ഡേറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആഡ് ഡേറ്റ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഷീറ്റ് ഇതിനകത്തോട്ട് അപ്ലോഡ് ഇമ്പോർട്ട് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഇമ്പോർട്ട്. അത് നമുക്ക് ഗൂഗിൾ ഷീറ്റ് എന്ത് ഡേറ്റയാണ് കൊടുക്കുന്നത് കൊടുക്കുക. അപ്പോൾ കോൺടാക്ട്സ്, ആൾക്കാരുടെ കോൺടാക്ട്സ് ആണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് എക്സൽ ഫയലിൽ ഒരു എക്സൽ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ നെയിം കോളംസും അറിയാം നിങ്ങൾക്ക്. അതുപോലെ നെയിം, കോൺടാക്ട് നമ്പർ, അവിടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമുക്ക് ആ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അപ്ലോഡ് കൊടുത്താൽ പറ്റും. ഒരു ഫയൽ ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. എക്സൽ ഫയൽ ഈ ഫോർമാറ്റിലുള്ള ഒരു ഫയൽ ചൂസ് കൊടുത്താൽ നിങ്ങൾക്ക് എല്ലാവരോടും അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയാണ് ഈ ഒരു ഹബ്സ്പോട്ട് പ്ലാറ്റ്ഫോമിലെ ഈസി ആക്കുന്നത്. കൂടാതെ ഈസി ആക്സസിനായിട്ട് ഇവർക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ ഫോണിൽ കൂടെ തന്നെ അപ്പം പുതിയ കോൺടാക്ട്സ് വരുന്നത് അറിയാൻ പറ്റും. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും വേണ്ടി അവരുടെ ആപ്പുണ്ട്. ആപ്പ് സ്പോട്ട് CRM എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ തന്നെ അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഈ മെയിൽ ഐ ഡി വെച്ച് തന്നെ ലോഗിൻ ചെയ്യാൻ പറ്റും. ഇനി ഒരു ഫേസ്ബുക്കിൽ ലീഡ് ജനറേഷൻ ചെയ്താൽ ഡേറ്റ സിമ്പിളായിട്ടൊരു എക്സൽ ഷീറ്റിലേക്ക് എങ്ങനെ ആക്കാമെന്നും അതെങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കാവുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലെത്തും. ഒരു പേജാണ്, ഞാൻ ഒരു പേജ് ചെയ്യാണ്. അവിടെ ലെഫ്റ്റ് സൈഡിൽ മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഓൾ ടൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ താഴെ ഓൾ ടൂൾസ് ഓപ്ഷൻ ഉണ്ട്. ഓൾ ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണും. അവിടെ ഏറ്റവും താഴെ ഇൻസ്റ്റന്റ് ഫോം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇൻസ്റ്റന്റ് ഫോം, ഇതാണ് നമ്മുടെ ഇൻസ്റ്റന്റ് ഫേസ്ബുക്ക് ആഡ്സിൽ ലീഡ് ജനറേഷൻ ഞാൻ ഇൻസ്റ്റന്റ് ഫോം ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ആ ഇൻസ്റ്റന്റ് ഫോമിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയാണ് നിങ്ങളുടെ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ഫോമുകളും CRM ഇത് ഒരു ഷീറ്റുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഇവിടെയാണ് കാണുന്നത്. അപ്പം കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു ഇൻസ്റ്റന്റ് ഫോം ക്രിയേറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ആണ് ഇവിടെ കാണാഞ്ഞത്. ഞാൻ പുതിയ ഫോം ക്രിയേറ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ് കൊടുത്തു. ഫോമിനൊരു പേര് കൊടുത്തു. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഒരു ഇൻസ്റ്റന്റ് ഫോം ക്രിയേറ്റ് ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് ചുമ്മാ ഒരു പേര് കൊടുത്തിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാണ്. ഇൻട്രോ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. ഇൻട്രോ ഒക്കെ ഞാൻ ഓഫ് ആക്കിയിട്ടു. അത് കഴിഞ്ഞ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അവരുടെ ഫോൺ നമ്പർ തരാൻ പറയുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അവരുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് തരാൻ ഒരു ചുമ്മാ ക്വസ്റ്റ്യൻ ചോദിച്ചു. നമുക്ക് ശരിക്കും ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. കറക്റ്റായിട്ട് നിങ്ങളുടെ ആടുന്നാണോ അനുസരിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് വേണം ഒരു ഡീ ഫോം ക്രിയേറ്റ് ചെയ്യാൻ. അത് അതിൻ്റെ പ്രൈവസി പോളിസി ആയിട്ട് ഇവിടെ ലിങ്ക് കൊടുക്കുക. നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ പ്രൈവസി പോളിസി ലിങ്ക് ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുന്നത്. ഇതില്ലാത്തവർ നിങ്ങളുടെ പേജിൻ്റെ ലിങ്ക് അവർ കൊടുത്താൽ മതി, കുഴപ്പമില്ല. ചെയ്ത് പ്രശ്നമാവാതെ നോക്കണം. പിന്നെ നമ്മുടെ താങ്ക് യു പേജിൽ അവസാനം ഒരു ലിങ്ക് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കോൾ ചെയ്യണമെങ്കിൽ കോൾ അത് കൊടുക്കുക. പിന്നെ വെബ്സൈറ്റ് കൊടുത്തു. ഒരു ഫോം ക്രിയേറ്റ് ചെയ്തു. ഒരു എറർ വന്നിട്ടുണ്ട്, അത് എല്ലാം നോക്കുക. അപ്പോൾ ഇതിന് ഹെഡിങ് കൊടുത്തിട്ടില്ലായിരുന്നു. ഞാൻ പ്ലീസ് ഫിൽ ദ ഫോം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുത്തു. അതിൻ്റെ ഫോം ക്രിയേറ്റ് ചെയ്തു. ഫോം ക്രിയേറ്റ് ആയിട്ടുള്ളൂ. ലീഡ് ഫോം എന്നുള്ള ഒരു ഇൻസ്റ്റന്റ് ഫോം ക്രിയേറ്റ് ആയിട്ടുള്ള. അപ്പം CRM സെറ്റപ്പിലോട്ട് വന്നു. ഇത് പുതിയതായിട്ട് വന്നതാണ് ഗൂഗിൾ ഷീറ്റ് വെച്ച് കണക്ട് ചെയ്യാനുള്ളത്. അത് കണക്ട് ആവുന്നുള്ളത് കൊടുത്തു. എന്നിട്ട് സൈൻ വിത്ത് ഗൂഗിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഇൻ്റഗ്രേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള കാണിക്കും. ഇവിടെ ഗൂഗിൾ ഷീറ്റിൻ്റെ URL പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പുതിയൊരു ടാബിൽ പോയിട്ട് ഷീറ്റ്.ന്യൂ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് വേണം ഷീറ്റിന് പേര് കൊടുക്കാം. പേര് ഞാൻ ഫിൽട്ടർ തൽക്കാലം ഇവിടെ പേര് കൊടുക്കുന്നു. പുതിയ ഷീറ്റിന് ഇവിടെ പേര് കൊടുക്കുന്നു. പുതിയ ഷീറ്റിന് പേര് കൊടുത്ത് സേവ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആക്സസ് എലിമെൻറ്റ് വിത്ത് ഡിലീറ്റ് ആക്കിയിട്ട് അത് എഡിറ്റർ എന്നുള്ളതാക്കണം. എന്നാലേ വർക്കാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ലിങ്ക് കോപ്പി ചെയ്യുക. എന്നിട്ട് വീണ്ടും അവിടെ വന്നിട്ട് ഈ ഷീറ്റിൻ്റെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് അടിക്കുക. എന്നിട്ട് ഏത് ഷീറ്റ് 1 എന്നുള്ളത് ആണ് അത് കൊടുത്തു. പിന്നെ എന്ത് ഫോമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോം, ഇൻസ്റ്റന്റ് ഫോമിൻ്റെ പേരസ് തന്നു. ആ സൈഡിൽ കൊടുക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എത്ര കാണാൻ പറ്റും. അതിനാണോ കൺഫേം ആക്കിയിട്ട് വേണമെങ്കിൽ അവിടെ നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് എന്നിട്ട് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ലീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ടെസ്റ്റ് ആയി കൊടുത്തിട്ടുണ്ട്. അവിടെ ഗൂഗിൾ ഷീറ്റിൽ അത് തന്നെ ഫെച്ച് ആവുമെന്ന് നോക്കാം. ടെസ്റ്റ് ലീഡ് സെൻഡ് ആയിട്ടുണ്ട്. നമുക്ക് ആ ഷീറ്റിൽ പോയി നോക്കാം ലീഡ് വന്നിട്ടുണ്ട്. ഇവിടെ അത് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് കണ്ടാൽ അപ്പോൾ മനസ്സിലാവും. ഫോൺ നമ്പർ എന്നുള്ളത് ഒരു ഡമ്മി ഡേറ്റ വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം വന്നിട്ടുണ്ട്. ഇമെയിൽ ഫുൾ നെയിം ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളത്
ടെസ്റ്റ് ഡേറ്റ അടിച്ചു കൊടുത്തു. നിങ്ങൾക്ക് ഈ ഫോം ഈ ഷീറ്റ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. വേണ്ടാത്ത കോളങ്ങളാണെങ്കിൽ നമുക്ക് ഇത് ഹൈഡ് ചെയ്ത് വെക്കുക. ഇത് ക്രിയേറ്റ് ഡേറ്റ് എത്രയാണ് ലീഡ് വന്നതെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. പിന്നെയുള്ള ഈ കോളങ്ങളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടാത്ത കോളങ്ങളാണ്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഹൈഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ വീഡിയോയുടെ ക്വാളിറ്റി നോട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്തിട്ട് കോപ്പി ലിങ്ക് കൊടുത്താൽ മതി. ആർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കണക്ട് എന്നുള്ളത് കൊടുക്കുക. കണക്ട് കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. CSS ഡൺ കൊടുത്തു. അപ്പം ഇത് ഗൂഗിൾ ഷീറ്റുമായിട്ട് ഇത് കണക്ട് ആയി. ഈ പുതിയ ലീഡ് ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഇങ്ങനെ കൊടുക്കേണ്ടി വരും. പുതിയതായിട്ടുള്ള ഷീറ്റ് ന്യൂ ഇൻറ്റഗ്രേഷൻ കൊടുത്ത് വീണ്ടും ഷീറ്റുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. അപ്പം ഈ ലീഡ് ഫോമിനുള്ള ലീഡ്സ് മാത്രമേ ഇതിനകത്തോട്ട് മെച്ചായി വരുള്ളൂ. അടുത്ത ഷീറ്റ് വേണമെങ്കിൽ പുതിയതായിട്ടുള്ള നോക്കണം. അപ്പം ഈ യൂട്യൂബ് ചാനലിൽ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റേ ടിപ്സുകൾ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്തായിരിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.